വിഷ്ണു റൂമിലും തുരുമ്പിലും ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇപ്പം നിന്റെ കാറിലും വന്നു. ഇനി നീ സമാധാനത്തോടെ കിടന്നുറങ്ങുന്ന നിന്റെ മണിയറയുണ്ടല്ലോ, അവിടെയും വേണ്ടി ഒന്ന വരും നിന്റെ കാലനായിട്ട്. നീ ഇനി തീർന്നടാ. ഇവിടുത്തെ താഴ്വരയിലേ നല്ല നരഭോജികളായ കാട്ടുമൃഗങ്ങളുണ്ടെന്നാ കേട്ടത്. അവർക്കൊക്കെ നീ ഇന്ന് തീറ്റയാ. ഈ തീറ്റ കൊടുക്കുമ്പോഴേ വയറ് നിറച്ച് കൊടുക്കണമെന്നാ പറയുന്നത്, കേട്ടിട്ടില്ലേ? അന്നദാനം മഹാദാനം. അങ്ങനെ നോക്കുമ്പോ എന്നേക്കാൾ കൂടുതൽ ഇറച്ചി ഈ ശരീരത്തിലേ ഉള്ളു. സർക്കാർ മുതൽ കൈയിട്ട് വാരി ചേർത്ത തടിയല്ലേ. കാട്ടുമൃഗങ്ങൾ വീതിച്ചെടുക്കുമ്പോ ഇതിലുള്ള പാപക്കറിയൊക്കെ അങ്ങ് കഴുകി പൊക്കോളും. ഒന്ന് തിരിഞ്ഞു നോക്കിയാ തൊട്ടപ്പുറത്ത് അതിവിശാലമായ കൊക്കയ. അമ്മയെന്ന് വിളിക്കാൻ നാവ് പൊന്തുന്നതിന് മുമ്പ് പണി തീരും. ഇടാ ആ തട്ടെ എനിക്കും തട്ടാലോ. ആരുടെ നാവാ പൊങ്ങാത്തേന്ന് നമുക്കൊന്ന് നോക്കുകയും ചെയ്യാം. നമ്മൾ രണ്ടുപേരിൽ ഒരാളെ ഇന്ന് ഈ കാലം കുന്നിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു പോകും. ഒന്ന് വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്ത് നമുക്ക് രണ്ടുപേർക്കും മുന്നിൽ മരണമുണ്ട്. ഇനി പറ, എൻ്റെ ലോറിക്കകത്ത് സ്പിരിറ്റ് വെക്കാൻ നീ ആർക്കാ കൊട്ടേഷൻ കൊടുത്തേ? എടാ ചള്ളിയേക്ക, നീ എൻ്റെ തണ്ടിയേ അല്ല. നീ എന്നോട് മുട്ടാൻ വരുമ്പോഴൊക്കെ ഞാൻ ഓർക്കാറുണ്ട്, വെറുതെ കൂമ്പ് വാടി പെടുവരണം വാങ്ങിച്ച് കൂട്ടാൻ ഓടി നടക്കുന്നവന്റെ മുമ്പിൽ എന്തിനാ എൻ്റെ എനർജി കളയുന്നതെന്ന്. അതുകൊണ്ട് തന്നെയാടാ പലപ്പോഴും നിന്നെ ഞാൻ വെറുതെ വിട്ടതും നീ ഇപ്പോൾ ഇങ്ങനെ ആളായി എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നതും. നീ ചോദിച്ച സ്ഥിതിക്ക് ഞാനങ്ങ് പറയാം, ചെയ്തത് ഞാൻ തന്നെയാടാ. കഴിയാറായോ മോളെ? പകുതിയാകുമേ ഉള്ളൂ അച്ഛാ. എന്തായാലും ഈ ഫോട്ടോ വരപ്പ് നന്നായി. സമയാകുമ്പം ഓടി നടക്കണ്ടല്ലോ. ഒരു മാല വാങ്ങി അതിന്റെ പുറത്തേക്ക് കിട്ടാൻ മതിയല്ലോ. അച്ഛാ ദേ ഇങ്ങനെയുള്ള തമാശയൊന്നും നൂറിന് ഇഷ്ടമല്ല. എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുത്തുന്നേ? ഒരു പുരുഷായുസിൽ അനുഭവിച്ചു തീർക്കേണ്ട ദുരിതങ്ങൾ മുഴുവൻ അനുഭവിച്ച് തീർത്തിട്ട് നിൽക്കുകയല്ലേ മോളെ ഞാൻ. ഇനി എനിക്ക് തരാൻ ഭഗവാന്റെ കൈ പോലും ഒന്നുമില്ല. കാരണേ ഇനി തരണമെങ്കിൽ ഇതുവരെ അനുഭവിച്ചതിന്റെ മുകളിൽ തരണ്ടേ. അത് കാണത്തില്ല. അത്രയ്ക്ക് ഞാൻ അനുഭവിച്ചതാ. അതൊക്കെ ശരി. ഇനി വരാൻ പോകുന്ന നല്ല കാലങ്ങളെ സങ്കല്പിച്ചോണ്ട് അല്പനേരം ഒന്ന് ഇരിക്കാവോ? എനിക്ക് പ്ലസന്റ് ആയിട്ടുള്ള ഫേസാ വേണ്ടത്. അത് കിട്ടാൻ പ്രയാസമാ. എന്നാലും ഞാൻ ശ്രമിക്കാം. ആ ഇതൊക്കെയാണ്. അല്ല, ഈ ഇരിപ്പിത്തിൽ കട്ടിയാ കേട്ടോ. എന്നാലും മോളൊരു സന്തോഷമല്ലേ, ഞാനതങ്ങ് സഹിച്ച്. ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ പറയാൻ കേട്ടോ, ഞാൻ വരച്ചോണ്ടത് കേൾക്കുകയും ചെയ്യാം. എന്തോ പറയാനാ? സന്തോഷം തരുന്ന ഒന്നും തന്നെ പറയാനില്ലാത്തവന് എന്നും നഷ്ടക്കണക്കുകളിലെ നിരത്താൻ പറ്റൂ. ദേ പിന്നെയും തുടങ്ങി. ആര് പറഞ്ഞു സന്തോഷം നൽകുന്നതെന്നും പറയാനില്ലെന്ന്? വിഷ്ണു ഏട്ടന്റെയും ശാലിനി ചേച്ചിയുടെയും പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും ഒക്കെ ഒന്നും പറയാൻ പാടില്ലേ? അത് സന്തോഷം തരുന്നില്ലേ? ആ പറയുമ്പോൾ ഉള്ള സന്തോഷേ അവർക്കും കിട്ടിയിട്ടുള്ളൂ. കാരണേ അടുത്ത് നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ അവര് അകന്നായിരുന്നു നിന്നിരുന്നതേ. എന്നാലും കാണുമല്ലോ എല്ലാ കഥകളിലും ഉള്ള പോലെ ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി. ധീരനായിരുന്നു എന്റെ മോൻ, പൗരുഷത്തിന്റെ പ്രതീകം. വിഷ്ണു എന്ന പേര് അവൻ അറിഞ്ഞിട്ടതുപോലെ തന്നെയായിരുന്നു എൻ്റെ പ്രവൃത്തികളും. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവൻ, എല്ലാം
അറിയുന്നവൻ. പക്ഷേ ജീവിതം മാത്രം എന്താണെന്നോ എങ്ങനെയാണെന്നോ അവൻ അറിഞ്ഞില്ല. എന്താ എന്താ നിങ്ങളീ കാണിക്കുന്നത്? എന്താന്നാ ചോദിച്ചത്? അവനോടെ വിഷ്ണു അവനിവിടെ ഇല്ല. ഉണ്ടാവില്ലല്ലോ. അങ്ങനെ പറയാനാണല്ലോ പറഞ്ഞു പഠിപ്പിച്ചു വെച്ചേക്കുന്നത്. അല്ല, നിങ്ങൾ ഒറ്റ ഒരുത്തനാ അവനെ ഈ പരുവത്തിലാക്കിയിരിക്കുന്നത്. വന്ന് അവനിപ്പോ പോലീസിന്റെ നെഞ്ചത്തേക്കാ കയറ്റം. ACBയുടെ തോക്കും തട്ടിപ്പറിച്ച് വാങ്ങിയിട്ട് അവൻ വീട്ടിൽ കിടന്ന് ഉറങ്ങുക. പോയി നോക്കണോ ഏതെങ്കിലും പത്തായത്തിലോ കട്ടിലടിയിലോ ഉണ്ടോന്ന്. ഉണ്ടെങ്കിൽ നന്നായി പെരുമാറിയിട്ട് വേണം വാരിക്കെട്ടി പുറത്തോട്ട് കൊണ്ടുവരാൻ.